ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും സമാന്തരമായി നടത്തുന്നു. 2 മോക്ക് ടെസ്റ്റുകൾ 8-11 തീയതികളിൽ നടത്തിക്കഴിഞ്ഞു. റൂത്ത് 3-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നാളെ 14-ാം തീയതി നടത്തുകയാണ്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും മൊബൈൽ നമ്പരും അതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്തു തരേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 3-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 18 വാക്യങ്ങൾ. ചോദ്യം 2, റൂത്ത് അധ്യായം 3-ലെ ഏക തലക്കെട്ട് ബോവാസിന്റെ മെതിക്കളത്തിൽ. 3, റൂത്ത് അധ്യായം 3-ന്റെ ആരംഭത്തിൽ നവോമി റൂത്തിനോട് പറഞ്ഞതെന്ത്? മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? 3-ാം അധ്യായം 1-ാം വാക്യം. 4, തൻ്റെ കടമ എന്താണെന്നാണ് റൂത്ത് 3:1-ൽ നവോമി പറയുന്നത്? റൂത്തിനെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുക. 5, റൂത്തിനെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുക ആരുടെ കടമയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നവോമിയുടെ. 6, നീ ആരുടെ ഡാഷ് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. റൂത്ത് 3:2 പ്രകാരം പൂരിപ്പിക്കുക. ദാസികളുമൊത്ത്. 7, ആരുടെ ദാസികളുമൊത്താണ് റൂത്ത് ജോലി ചെയ്തത്? ബോവാസിന്റെ. 8, ബോവാസ് നമ്മുടെ ആരാണ് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ബന്ധുവാണ്. 9, മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്നു രാത്രി വരുന്നുണ്ട്. ആര്? ബോവാസ്. 10, ബോവാസ് ഇന്നു രാത്രി മെതിക്കളത്തിൽ വരുന്നത് എന്തിന്? ബാർലി പാറ്റുന്നതിന്. 11, മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ, അതായത് ബോവാസ്, ഇന്നു രാത്രി വരുന്നുണ്ട്. അതിനാൽ നീ എന്തു ചെയ്യുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. 12, നീ എങ്ങനെ മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്. 13, എപ്പോൾ വരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് നവോമി റൂത്തിനെ ഓർമ്മിപ്പിക്കുന്നത്? അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. 14, അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ എന്തു ചെയ്യരുത്? തിരിച്ചറിയാൻ ഇടയാകരുത്. 15, എന്ത് നോക്കി വയ്ക്കുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം. 16, അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വച്ച ശേഷം പിന്നീട് എന്തു ചെയ്യുക? പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. 17, നീ ചെയ്യേണ്ടതെന്തെന്ന് ആര് പറഞ്ഞു തരും? അവൻ, അതായത് ബോവാസ്. അവൻ നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരും എന്നാണ് റൂത്ത് 3:4-ൽ പറയുന്നത്. അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോവാസിനെയാണ്. 18, നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ആരുടെ കാലിൽ നിന്ന്? ബോവാസിന്റെ. 19, റൂത്ത് 3:5-ൽ ഞാൻ എന്ത് ചെയ്തു കൊള്ളാം എന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? അമ്മ പറഞ്ഞതുപോലെ. 20, റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്? മെതിക്കളത്തിൽ ചെന്ന്. 21, റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് എന്തു ചെയ്തു? അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. 22, ബോവാസ് എവിടെ കിടന്നാണ് ഉറങ്ങിയത്? ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ. 23, ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങിയതാര്? ബോവാസ്. 24, എന്തു ചെയ്ത് സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി? ഭക്ഷിച്ചും പാനം ചെയ്തും. 25, ബോവാസ് ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങിയപ്പോൾ റൂത്ത് എന്തു ചെയ്തു? അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു. 26, എപ്പോഴാണ് റൂത്ത് ബോവാസിന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നത്?
ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയപ്പോൾ. 27 അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നതാര്? ബോവാസ്. 28 ബോവാസ് എപ്പോഴാണ് ഞെട്ടി ഉണർന്നത്? അർദ്ധരാത്രിയിൽ. 29 അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടതെന്ത്? കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. 30 കാൽക്കൽ കിടക്കുന്ന സ്ത്രീയോട് നീ ആരാണെന്ന് ബോവാസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ നിന്റെ ദാസിയായ റൂത്ത്. 31 കാൽക്കൽ കിടന്ന സ്ത്രീയോട് ബോവാസ് ചോദിച്ച ചോദ്യമെന്ത്? നീ ആരാണ്? 32 ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ് എന്ന് പറഞ്ഞ ശേഷം അവൾ തുടർന്ന് പറഞ്ഞതെന്ത്? അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. 33 അങ്ങയുടെ എന്ത് ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്നാണ് റൂത്ത് പറഞ്ഞത്? വസ്ത്രം. 34 അങ്ങ് എൻ്റെ ആരാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്നാണ് റൂത്ത് പറഞ്ഞത്? അടുത്ത ബന്ധുവാകയാൽ. 35 അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് പറഞ്ഞപ്പോൾ ബോവാസ് പറഞ്ഞ മറുപടി എന്ത്? മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. 36 എന്ത് ആദ്യത്തേതിലും വലുതാണ് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം. 37 ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് ബോവാസ് പറഞ്ഞത്? യുവാക്കന്മാരെ, ധനികരോ ദരിദ്രരോ ആകട്ടെ. 38 യുവാക്കന്മാരെ ഡാഷ് തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ. റൂത്ത് 3:10 പ്രകാരം പൂരിപ്പിക്കുക. ധനികരോ ദരിദ്രരോ ആകട്ടെ. 39 റൂത്ത് 3:11 മകളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ബോവാസ് റൂത്തിനോട് പറഞ്ഞതെന്ത്? ഭയപ്പെടേണ്ട. 40 മകളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ശേഷം ഞാൻ നിനക്ക് എന്തു ചെയ്തു തരാം എന്നാണ് ബോവാസ് പറഞ്ഞത്? നീ ആവശ്യപ്പെടുന്നതെന്തും. 41 എന്താണ് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം എന്ന് ബോവാസ് പറഞ്ഞത്? നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. 42 നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആർക്ക് അറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത്? നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം. 43 എന്ത് വാസ്തവം തന്നെ എന്നാണ് ബോവാസ് പറഞ്ഞത്? ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത്. 44 ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ. എന്നാൽ ഡാഷ് റൂത്ത് 3:12 പ്രകാരം പൂരിപ്പിക്കുക. എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. 45 എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ആര് ആരോട് പറഞ്ഞു? റൂത്ത് ബോവാസിനോട്. 46 എന്ത് അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്നാണ് ബോവാസ് പറഞ്ഞത്? ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല. 47 ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്ന് പറയുന്നതിന് മുൻപ് റൂത്ത് 3:13 ബോവാസ് പറയുന്നതെന്ത്? ഈ രാത്രി ഇവിടെ കഴിയുക. 48 ഈ രാത്രി ഇവിടെ കഴിയുക ആര് ആരോട് പറഞ്ഞു? ബോവാസ് റൂത്തിനോട്. 49 ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബോവാസ് പറയുന്നതെന്ത്? അവൻ അത് ചെയ്താൽ നന്ന്. 50 അവൻ അത് ചെയ്തില്ലെങ്കിൽ ആരുടെ കടമ ഞാൻ നിർവഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉറ്റ ബന്ധുവിൻ്റെ കടമ. 51 അവനതു ചെയ്തില്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ ഞാൻ നിർവഹിക്കും എന്ന് ബോവാസ് ആരെക്കൊണ്ട് ആണയിട്ടാണ് പറഞ്ഞത്? കർത്താവിനെ കൊണ്ട്. 52 അവൻ അത് ചെയ്താൽ നന്ന്, ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും എന്ന് പറഞ്ഞതിനു ശേഷം ബോവാസ് റൂത്തിനോട് എന്താണ് പറഞ്ഞത്? പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക. 53 റൂത്ത് 3:14 റൂത്ത് എവിടെ കിടന്നതായാണ് പറയുന്നത്? അവൻ്റെ കാൽക്കൽ. അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. അവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ബോവാസിനെയാണ്. 54 അവൻ്റെ കാൽക്കൽ കിടന്ന അവൾ എപ്പോഴാണ് എഴുന്നേറ്റത്? അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ. 55 അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ എഴുന്നേറ്റതാര്? റൂത്ത്. 56 അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ എഴുന്നേറ്റ റൂത്തിനോട്
ബോവാസ് എന്താണ് പറഞ്ഞത്? മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. 57 എവിടെ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? മെതിക്കളത്തിൽ. 58 എന്ത് വിരിച്ചു പിടിക്കുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? നിന്റെ മേലങ്കി. 59 നിന്റെ മേലങ്കി എങ്ങനെ പിടിക്കുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? വിരിച്ചു പിടിക്കുക. 60 റൂത്തിന്റെ മേലങ്കിയിൽ എത്ര അളവ് ബാർലിയാണ് ബോവാസ് ഇട്ടുകൊടുത്തത്? 6 അളവ്. 61 റൂത്തിന്റെ മേലങ്കിയിൽ 6 അളവ് ബാർലി ഇട്ടുകൊടുത്ത ശേഷം ബോവാസ് എന്തു ചെയ്തു? അവളുടെ തലയിൽ വച്ചുകൊടുത്തു. 62 ബോവാസ് കൊടുത്ത 6 അളവ് ബാർലിയുമായി റൂത്ത് എവിടേക്ക് പോയി? നഗരത്തിലേക്ക്. 63 റൂത്ത് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ എന്താണ് ചോദിച്ചത്? മകളെ എന്തുണ്ടായി? 64 മകളെ എന്തുണ്ടായി ആരോട് ചോദിച്ചു? അമ്മായിയമ്മ റൂത്തിനോട്. 65 മകളെ എന്തുണ്ടായി എന്ന് അമ്മായിയമ്മ ചോദിച്ചപ്പോൾ റൂത്ത് പറഞ്ഞ മറുപടി എന്ത്? അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. 66 ആരുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞാണ് അവൻ ഈ 6 അളവ് ബാർലി എനിക്ക് തന്നത് എന്നാണ് റൂത്ത് പറഞ്ഞത്? അമ്മായിയമ്മയുടെ. 67 അമ്മായിയമ്മയുടെ അടുത്തേക്ക് എങ്ങനെ പോകേണ്ട എന്നാണ് ബോവാസ് പറഞ്ഞത്? വെറും കൈയോടെ. 68 കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്നു കാണാം. ആരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. 69 കാര്യം തീരുമാനിക്കുന്നതുവരെ ആര് അടങ്ങിയിരിക്കുകയില്ല? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ അടങ്ങിയിരിക്കുകയില്ല എന്നാണ്. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബോവാസിനെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവൻ എന്ന് ഓപ്ഷനിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ബോവാസ് എന്ന് തന്നെയായിരിക്കാം ഉത്തരത്തിൽ വരുന്നത്. 70 മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്നു കാണാം. ഡാഷ് അവൻ അടങ്ങിയിരിക്കുകയില്ല. റൂത്ത് 3:18 പ്രകാരം പൂരിപ്പിക്കുക. കാര്യം തീരുമാനിക്കുന്നതുവരെ. 71 കാര്യങ്ങൾ എന്ന് തീരുമാനമാകും എന്നാണ് നവോമി പറഞ്ഞത്? ഇന്നു തന്നെ. ഇങ്ങനെ 71 ചോദ്യങ്ങളാണ് റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ക്രമമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. റൂത്തിന്റെ പുസ്തകത്തിലുള്ള 4 അധ്യായങ്ങളും ക്രമമായി പഠിച്ച് അത് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത പുസ്തകത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. റൂത്ത് ഒരധ്യായം, സാമുവൽ ഒരധ്യായം, യോഹന്നാൻ ഒരധ്യായം, സഭാപ്രസംഗകൻ, ഗലാത്യ, ഇങ്ങനെ പലതായി പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ക്രമം ഓർത്തിരിക്കാൻ കഴിയില്ല. സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ട് ക്രമമായി തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, ആദ്യം തന്നെ ഓപ്ഷനോട് കൂടിയുള്ളത് പഠിക്കുന്നത് നമുക്ക് ഉത്തരത്തിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടവരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ബൈബിൾ വായിക്കുക, അതിനുശേഷം വീഡിയോ കാണുക. ചോദ്യോത്തരങ്ങളെല്ലാം പഠിച്ചതിനു ശേഷം മാത്രം ഓപ്ഷനോട് കൂടിയ വീഡിയോസ് കാണാൻ പരിശ്രമിക്കുക. ഇല്ലെങ്കിൽ ആകെപ്പാടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നതും പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മോക്ക് ടെസ്റ്റുകളിൽ 4 ഓപ്ഷനും ഉത്തരവും അടങ്ങുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗൂഗിൾ ഫോമിലാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്കത് ആവർത്തിച്ച് ചെയ്തു നോക്കാനുള്ള അവസരമുണ്ടാകും. നമ്മുടെ പഠനസഹായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പരമാവധി ചോദ്യങ്ങൾ, 4000-ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ സമഗ്രമായി ചോദ്യോത്തരങ്ങളും മോക്ക് ടെസ്റ്റുകൾ അടക്കം ഉള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തി മോഡൽ പരീക്ഷകളൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ പഠനസഹായി പുറത്തിറക്കുന്നത്. ബാക്കി ഭാഗം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. 250 രൂപയാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ വില. പോസ്റ്റൽ ചാർജ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എക്സ്ട്രാ ആവും. ഇപ്പോൾ പേയ്മെൻ്റ് അടച്ച് പുസ്തകം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പുസ്തകത്തിൻ്റെ പേയ്മെൻ്റ് അടച്ച് രജിസ്റ്റർ ചെയ്യുക. ഡിസംബർ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ എല്ലാവർക്കും പുസ്തകം എത്തിച്ചു നൽകുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ പ്രധാന ലക്ഷ്യം വചനം പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു മാർഗം മാത്രമാണ് ലോഗോസ് ക്യൂസ്. സാമീഡിയയിലൂടെ ചെയ്യുന്ന എല്ലാ ദൈവികമായ ശുശ്രൂഷകൾക്കും വചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും
ഏറ്റവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.